ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. പിന്നെ ഇവിടെ ഇപ്പം മഴയാണ്, 2 ദിവസം കൊണ്ട് നല്ല മഴയാണ്. കണ്ടിന്യൂസ് മഴ പെയ്യുവാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ അയ്യോ ഇങ്ങനെ പറമ്പൊക്കെ ഉള്ളവർക്ക് മനസ്സിലാവുമല്ലോ. വെള്ളം ഇങ്ങനെ തളം കെട്ടി കിടക്കുമ്പോൾ നാട്ടിലൊക്കെ അത് പെട്ടെന്ന് അങ്ങ് ഭൂമിക്കടിയിലോട്ട് പോകും. ഇവിടെ ഇപ്പം കണ്ടിന്യൂസ് ഇങ്ങനെ മഴ പെയ്യുവാണെങ്കിൽ നമ്മുടെ ഇവിടേക്ക് ഈ കോൺക്രീറ്റ് ഇതായതുകൊണ്ട് ഞങ്ങളുടെ ഇവിടെ ഈ സൊസൈറ്റിയുടെ താഴെയൊക്കെ ഈ എന്താ പറയുന്നത് ഗട്ടറിൻ്റെ ഇതൊക്കെ ഇല്ല, അവിടെ എല്ലാം ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കും. അത് പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഇന്നിപ്പം അത് ഇളക്കിയ ആൾക്കാർ വെള്ളം ഇങ്ങനെ താപ്പോട്ട് കുത്തിക്കളയുന്നുണ്ട്. പിന്നെ തുണി എനിക്ക് ഉണങ്ങാൻ ഡെയിലി കഴുകുന്നത് കൊണ്ട് തുണി ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും നാളും മഴ വേണേന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തുണി ഉണങ്ങാനും ബുദ്ധിമുട്ട്. ഞാനിപ്പോൾ സ്റ്റാൻഡിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ താഴെട്ട് ഉണക്കുന്നത്. എന്നാലും നമ്മൾ മുറ്റത്തിട്ട് വെളിയിലിട്ട് ഇങ്ങനെ ഉണങ്ങുന്നതിൻ്റെ അത്രയും അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുക. ഞാൻ ബീഫ് അച്ചാർ ഇടുന്ന വീഡിയോ ആണ് ഇന്ന്. പക്ഷേ അച്ചാറൊക്കെ ഇട്ട് അയക്കേണ്ടിയവർക്കൊക്കെ കണ്ണങ്ങ് ചൊറിയുന്നു. അയക്കുകയും ചെയ്ത് ഇനി കുറച്ചുകൂടെ ഉണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയേ. വാങ്ങിച്ചവർ നല്ല അടിപൊളി ഒരു എൻ്റെ സ്ഥിരം വാങ്ങിയ തരുമ്പോഴുണ്ട് ബേലാപ്പൂരുള്ള കൂടുതലും ഫിഷാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ചിക്കനും വാങ്ങിച്ചിട്ടുണ്ട്. ബീഫ് അത്ര അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു അവൾ ജനിച്ച് വളർന്നത് ഈ ഗുജറാത്ത് സൈഡിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഒന്നും അങ്ങനെ ബീഫിലല്ലേ. അപ്പോൾ ഇപ്രാവശ്യം ബീഫ് വാങ്ങിച്ച് ഗതികെട്ട് മീനൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞ് വേര് ടേസ്റ്റി ആയിരുന്നു ആൻറ്റി, നല്ല ആയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു മനസ്സിനൊരിതാണ്. വാങ്ങിച്ചിട്ട് നല്ല ആയിരുന്നെന്ന് കേൾക്കുമ്പോൾ തല ചുവന്ന് തോർത്തടാ, ഒന്നുകൂടെ തോർത്ത്, ചുമയല്ലേ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഇത് ഇന്നലെ വീഡിയോ കണ്ടവർക്കറിയാം ഇതെന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ എനിക്കിത് എടുത്തപ്പോഴേ മനസ്സിലായി ഇത് ഇങ്ങനായി ഇരിക്കുന്ന സാധനമെന്ന്. അപ്പോൾ ഇന്നലെ രാത്രി ഇങ്ങനെ കിടന്നപ്പോഴേ കാരണം അന്നേരം ഞാൻ ഇതിനി എന്തോ ചെയ്യും, എങ്ങനെ ചെയ്യുമെന്നൊക്കെ. അപ്പം മനസ്സിലൊരു ഐഡിയ വന്നു. അപ്പോൾ അതുപോലാണ് ഇന്ന് രാവിലെ ചെയ്യുന്നത്. അപ്പം ഇതില്ല, ഫ്രീസറിൽ ഇരുന്നത് കൊണ്ട് അങ്ങ് കല്ല് പോലെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഓവനിൽ വെച്ചൊന്ന് ഇച്ചിരി ഒന്ന് ആ തണുപ്പ് മാറ്റിയിട്ട് നമ്മുടെ ഇടുക്കല്ലും കൊണ്ട് കുറച്ച് ഞാനൊന്ന് ഇടിച്ച്, അല്ലാതെ അത് ഒത്തിരി സമയം എടുക്കും. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്ത് കളയാൻ പറ്റത്തില്ലല്ലോ, പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ. അപ്പം നമുക്ക് കാരണം ഷേപ്പില്ലെന്നേ ഉള്ളൂ, ഡേറ്റിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ലേ. ഞാൻ അതിൻ്റെ അകത്ത് ഇച്ചിരി മയോണൈസ് അതിങ്ങനെ ഇതാക്കിയിട്ട് മയോണൈസും ടൊമാറ്റോ സോസും ചേർത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ബ്രെഡിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വെച്ച്. അന്നേരം ഞാൻ ആ വീഡിയോ എടുത്തത് കാര്യം ഇപ്പോൾ റീച്ചാനടുത്ത് പറഞ്ഞെന്ന് റീച്ചാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുന്നതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരാം. ഞാൻ പറഞ്ഞു എന്തു വന്നാലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ വീഡിയോ ആണ് അവർക്ക് അയച്ചു കൊടുത്തത്. അപ്പോൾ അവർ പൈസ തിരിച്ചിങ്ങി തന്നു. ഇവിടെ ഇപ്പം രാവിലെ ആണെങ്കിൽ നല്ല മഴയാണ്. നിൽക്കുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് പെയ്യുന്നതുകൊണ്ട് ഈ രാവിലെ എണ്ണിക്കാനേ തോന്നില്ല. 5 മണി ഈ കൊച്ചിനെ വിളിക്കുന്ന പാട്, അതും എണീറ്റിരുന്ന് ഉറക്കം തൂങ്ങും. കാണുമ്പം പാവം തോന്നും. അന്നേരം രാവിലെ തകർത്ത മഴയാണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് ലൈറ്റിങ് കാണുന്നത്. അത് 8-ാം നമ്പറാണ്. അവിടെ ഏതോ വീടുകളിൽ കല്യാണം വല്ലതും ആയിരിക്കും. 2 ദിവസം കൊണ്ട് ഇങ്ങനെ ലൈറ്റിങ് ഇട്ടേക്കുക. അത് ഫുൾ ടൈം ഇങ്ങനെ കത്തിക്കിടക്കും. അപ്പം ഭയങ്കര മഴയാണ്. ഈ കൊച്ചുങ്ങൾ പോകുന്ന സമയത്താണ് മഴ. അത് കഴിഞ്ഞ് ഇത്തിരി അങ്ങ് നിൽക്കും. എത്രയ്ക്കാണെങ്കിലും കുടയുണ്ടെങ്കിലും റെയിൻകോട്ട് അവനങ്ങോട്ട് പിന്നെ ഈ ബസ്സിൽ കയറുന്നുണ്ടെങ്കിൽ ബസ്സുകാർക്കും ബുദ്ധിമുട്ടല്ലേ. ഈ റെയിൻകോട്ട് ഇട്ടുകൊണ്ട് കയറുന്നുണ്ടെങ്കിൽ മൊത്തം അവിടെ ഇവിടെയൊക്കെ വെള്ളമാകത്തില്ലേ. അതുകൊണ്ടാവും കുടയാണ് കൂടുതൽ. ഇപ്പം 6th തൊട്ട് കുട കൊണ്ടുപോകാൻ അനുവാദമുണ്ട്. ഞാൻ രാവിലെ ഞാനങ്ങ് ബീഫൊക്കെ അങ്ങ് വെള്ളത്തിൽ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ആദ്യം വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ കഴുകി വാരി മസാല പുരട്ടി വെച്ചിട്ട് പിന്നെ വേവിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വറുത്തെടുക്കണം. അപ്പം നല്ലൊരു നമ്മൾ ഈ ഇപ്പം കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിലും ഒരു 4-5 കിലോ ആണെങ്കിൽ തന്നെ നമുക്കത്
ഒരു ദിവസം മൊത്തവും പോകും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ വീട്ട് ജോലിയും കൂടെ ആകുമ്പോൾ എനിക്ക് ഒത്തിരി ലോഡായിട്ട് തോന്നും. ഇവരുടെ എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വേണ്ടേ എനിക്ക് അതിൻ്റെ പുറകെ ഇരിക്കാൻ. അതിൻ്റെ പുറകെ ഇരുന്നാൽ പിന്നെ നമുക്ക് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എന്നിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നേരത്തെ ഒന്ന് തയ്യാറാക്കി വെച്ച് കറിവേപ്പിലയൊക്കെ ഇന്നലെ കഴുകി ഉണക്കി അങ്ങെടുത്ത് മാറ്റി വെച്ച്. അപ്പോൾ ഇന്നിനി ഇത് കഴുകി ഈ വെള്ളമൊക്കെ പ്രാവശ്യം കിട്ടിയ ബീഫ് നല്ല അടിപൊളിയായിരുന്നു. അച്ചാറും ഇവിടെ നമുക്ക് പിന്നെ കറി വെച്ചപ്പോഴേ നമുക്ക് മനസ്സിലായതാണ്. അപ്പോൾ ഇവിടെ ഇത്തിരി റേറ്റ് കൂടുതലുണ്ട്. മറ്റേടത്തും റേറ്റാണ്. എന്നാൽ ഇവിടെ എന്ന് പറയുന്നത് മറ്റേടത്ത് 2-3 ടൈപ്പുണ്ട്. ഇവിടെ എല്ലും ഇച്ചിരി എല്ലോട് കൂടിയതും പിന്നെ ഈ ഫാറ്റ് ഇല്ലാത്ത സാധനം കുറച്ച് നമ്മൾ കറിക്കൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ഫാറ്റുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം ഞാനൊരു ഉരുളൻകിഴങ്ങ് തോരനാണ് വയ്ക്കുന്നത്. ഇതാവുമ്പം ചപ്പാത്തിക്കും പറ്റും, ചോറിനും പറ്റുമല്ലേ. അന്നേരം ഉച്ചക്കത്തെ ഇത് ഇത്തിരി തോന്നി. ഇന്നലത്തെ ഇത്തിരി മോരുകറിയൊക്കെ ഇരിപ്പുണ്ട്. ഇതൊന്ന് പെട്ടെന്ന് ഇത്രയെങ്കിലും ഒന്ന് ചെയ്ത് വെച്ചിട്ട് പിന്നെ അടുത്ത അതിൻ്റെ പരിപാടി ഇരിക്കാമെന്ന് വെച്ച്. ഉച്ചയ്ക്ക് ഞാനിപ്പം 1 മണിക്ക് തുടങ്ങുവാന്നേലും എൻ്റെ എല്ലാം തീരുന്നുണ്ടെങ്കിൽ ഒരു 5-6 മണിയൊക്കെ ആവും. അപ്പം മീനില്ല എന്നറിയാവുന്നതുകൊണ്ടായിരിക്കും ഇപ്പം മീനച്ചാറിനാണ് ആൾക്കാർ മീനച്ചാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ആ മീനുള്ള സമയത്താണെങ്കിൽ ആരും ചോദിക്കത്തുമില്ല. ഞാനാണെങ്കിലോട്ട് അങ്ങനെ ഇട്ടങ്ങനെ വെക്കാറുമില്ലായിരുന്നു. അല്ലെങ്കിലും ഈ വർഷം കേരമീൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളങ്ങനെ ഇട്ട് വെച്ച് നമുക്ക് അത്രയ്ക്ക് അങ്ങ് വലിയ ഒത്തിരി സെയിലുണ്ടെങ്കിൽ നമുക്ക് അന്യായ വില കൊടുത്താന്നേലും വാങ്ങിച്ചിട്ട് അങ്ങ് വെക്കായിരുന്നു. പക്ഷെ അങ്ങനെ എപ്പോഴും ഒന്നും ആൾക്കാർ വാങ്ങിക്കത്തില്ലല്ലോ. വേറെ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് അന്നേരം ഇവിടെ ഇപ്പം മഴ ഇങ്ങനെ ചാറ്റമഴയൊക്കെ പോലെ ഒത്തിരി ഇങ്ങനെ വലിയതായിട്ട് മഴ പെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഈ പോള് വെളിയിൽ പോകണമെങ്കിൽ ഞാൻ കുട കൊടുത്തു വിട്ട്. അപ്പം നമ്മളല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ മഴ പെയ്യല്ലേ, വെള്ളം തല വീണ പനി ഇവർക്കൊക്കെ ഒരു ഇച്ചിരി തലവെള്ളം വീണ ഉടനെ പനി പിടിക്കും. പക്ഷേ ഇവിടുത്തെ പിള്ളേർക്ക് അങ്ങനെയല്ല. ഇവർ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പേരൻസ് എല്ലാം കൊച്ചുങ്ങളെ താഴെ കൊണ്ടങ്ങ് ഇറക്കി വിടും വെള്ളത്തിൽ നനയാനായിട്ട്. അപ്പോൾ ഇവർക്ക് കൊതിയാണ്. ഞങ്ങൾ പക്ഷേ മഴയത്ത് ആദ്യമേ സ്റ്റാർട്ടിങ്ങിലുള്ള കാഞ്ഞ മഴയല്ല, അത് കഴിഞ്ഞുള്ള മഴ ഞങ്ങൾ പറയും തൂമ്പെന്ന് പറയും. ഞങ്ങൾക്ക് ആദ്യം ഓടുള്ള വീടായിരുന്നു. അപ്പോൾ ആ ഓടിക്കൂടെ ഇങ്ങനെ തൂമ്പിക്കൂടെ വെള്ളം വരെ ഞങ്ങളിങ്ങനെ ബക്കറ്റൊക്കെ വെച്ചിട്ട് ആ അന്നൊക്കെ ഈ ചൂട് സമയത്തുണ്ടെങ്കിൽ നമുക്ക് ഈ ദേഹത്ത് ചൂടുകുരു ഉണ്ടെങ്കിൽ പറയായിരുന്നു ഈ മഴവെള്ളത്തിൽ കുളിച്ചാൽ തണുപ്പല്ലേ ചൂടുകുരുവൊക്കെ പോകുമെന്ന്. അപ്പം ഞങ്ങളങ്ങനെ മഴയൊക്കെ നനഞ്ഞിട്ടുണ്ട്. മഴവെള്ളത്തിൽ കുളിച്ചിട്ടും കളിച്ചിട്ടും എല്ലാം ഉണ്ട്. നമ്മൾ അമ്മയായതുകൊണ്ടേ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വിടത്തില്ല. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞാൽ ഇവൻ എന്നിട്ട് വെളിയിൽ പണി ഞാൻ കുട കൊടുത്തു വിട്ട്. അപ്പോൾ ഇവൻ വന്ന ഉടനെ ഇവൻ്റെ ദേഹം ഇച്ചിരി നനവ് പോലുണ്ടായിരുന്നേ. അപ്പം ഞാൻ ചോദിച്ചു, ദേഹമല്ല തല. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാ മഴ നനഞ്ഞോ നീ? എന്നേരം ഇവൻ പറഞ്ഞു ഇല്ല. എന്നേരം ഈ കള്ളപ്രയോഗം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവൻ പറഞ്ഞു ഇല്ല. ഞാൻ പറഞ്ഞു പിന്നെ മുടി എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? അത് ചിലപ്പോഴേ വിയർപ്പായിരിക്കും. ഞാൻ പറഞ്ഞു വിയർപ്പൊന്നുമല്ല. അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മമ്മി മാത്രമേ ഞങ്ങളെ വിടാതിരിക്കത്തുള്ളൂ, കണ്ട് എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എടാ ആദ്യം മഴയടാ തല പിള്ളേരിപ്പം വലിയതായ നമ്മൾ എത്രമാത്രം പൊതിഞ്ഞ് വെക്കും. എടാ അത് പനി വരും. അപ്പോൾ അവന് ഞാൻ റെയിൻകോട്ടും കൊടുത്തു വിടും, കുടയും കൊടുത്തു വിടും. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അന്നേരം തല മാത്രം നനയാതിരുന്നാൽ കുഴപ്പമുണ്ടോ? അപ്പോൾ ഇവിടെ ഒരു സൈസ് റബ്ബറിൻ്റെ തൊപ്പിയുണ്ട്. ഈ പ്രൈസം മോഹൻ സാധാരണ ബസ്സിൽ നിന്നൊക്കെ മഴയുണ്ടെങ്കിൽ ഇറങ്ങുവാണെങ്കിൽ കുട നോക്കാനൊക്കെ പറ്റാത്തതുകൊണ്ട് ഇവൻ പകുതി നനഞ്ഞിട്ടായിരിക്കും വരും. അപ്പം ഞാനൊരു തൊപ്പി കൊടുത്തിട്ടുണ്ട് അവന്. അന്നേരം അത് മഴ നനയുന്നതല്ല, തല നനയത്തില്ല. അപ്പോൾ ആ തൊപ്പി ഇട്ടായിരുന്നു ഇവൻ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് ആദ്യം. അവനും ഞാൻ റെയിൻകോട്ടും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 6ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ കുട പറ്റുമല്ലേ, ആ കുടയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവൻ അന്നേരം പിന്നെ ഇപ്പോൾ വെളിയിൽ പോകുന്ന ഫ്രീസറിൻ്റെ ബാഗിൽ നിന്ന് ആ തൊപ്പി എടുത്തിട്ട് പോകും. ഇതിനാ തല നനയാതിരുന്നാൽ പറഞ്ഞ് അവന് കുളിക്കാം, മീൻസ് ദേഹം നനയാനായിട്ട്, മഴ നനയാനായിട്ട്. പിന്നെ 5 ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ തന്നെ ഞാൻ ഇന്നലെ റീച്ചാൽ ഇവൻ ഇന്നലെ നനഞ്ഞിട്ടാണ് വന്നത്. അന്നേരം കംപ്ലൈൻറ്റ് പറഞ്ഞു അതുകൊണ്ട് അപ്പച്ചോ അതുകൊണ്ട് മമ്മി പറയുന്നു മഴ. ഞാൻ പറഞ്ഞാൽ മഴ നനഞ്ഞൂടെ പനി വരൂടാ. ഉടനെ അപ്പച്ച പറ ഈ കാഞ്ഞ മഴ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർട്ടിങ്ങുള്ള മഴ അത് നനയില്ലെന്നേ ഉള്ളു, അല്ലാതെ മഴ നനഞ്ഞാൽ കുഴപ്പമില്ല. അന്നേരം പോൾ പറ ഐ ലവ് യു അപ്പച്ച, അപ്പച്ച സൈഡ് നിന്നേന്. അങ്ങനെയൊക്കെയാണ് ഇപ്പം. പിന്നെ അവൻ തൊപ്പി ഇട്ടിട്ട് മഴ ചാറ്റലുണ്ടെങ്കിൽ അത് നനഞ്ഞുകൊണ്ടെങ്കിൽ വരും. ഞാൻ പറഞ്ഞു പനിയായിട്ട് കിടക്കുമെന്നേലും ചുമയായിട്ട് കിടന്നാലും എൻ്റെ അടുത്തൊന്നും പറയാമല്ലോ എന്ന് പറഞ്ഞ്. ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ബീഫ് അച്ചാർ ഇടണം. അപ്പം അതിൻ്റെ പരിപാടിയാണ്.
അല്ല ഇച്ചിരി ഒന്ന് ഉച്ചക്കത്തെ ഇവർക്കൊക്കെ കൊടുക്കാനുള്ളത് തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ പുറകെ ഇരിക്കാമെന്ന് വെച്ച്. പിന്നെ ക്യാരറ്റും കാവയോടെ അരിഞ്ഞതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് തോരൻ വെച്ചിട്ട് ആ ചീനച്ചട്ടിയിൽ തന്നെ തോരനങ്ങ് വയ്ക്കാമെന്ന് വെച്ച്. കഴിഞ്ഞ ദിവസം തേങ്ങ വാങ്ങിച്ചിട്ട് 45 രൂപ തേങ്ങ, ഒട്ടും പ്രയോജനമില്ല. അതുപോലെ സവാളയും 40 രൂപയായി. സവാള കളിയായിരുന്നു ഇവിടെ. 5 രൂപ സവാള വാങ്ങിച്ച് ഇപ്പം 30 ഇപ്പം ഇന്നലെ ഞാൻ വാങ്ങിച്ചത് 40. അപ്പോൾ ഈ തോരനോട് വെച്ചിട്ട് ഞാൻ പിന്നെ ബീഫൊക്കെ ഞാൻ വേവിച്ചായിരുന്നു, കുക്കറിൽ വേവിച്ച്. പിന്നെ അത് വറുത്തൊക്കെ എടുത്ത് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം പറ്റുന്ന ഒരവസ്ഥയല്ലായിരുന്നു. പിന്നെ ഇപ്പം എന്താണ്ട് അച്ചാറിൻ്റെ ലാസ്റ്റ് സ്റ്റേജായി. എല്ലാം വഴറ്റി, ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം വഴറ്റി വരുമ്പോഴൊക്കെ കുറേ സമയം എടുക്കും. അപ്പോൾ ഇനിയും കാണിക്കുന്ന ക്ലിപ്പേ സൺഡേ 28 റീച്ചാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അപ്രതീക്ഷിതമായിട്ട് റീച്ചാൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച്. അപ്പോൾ ഒരു കർണാടക ബ്രദറുണ്ട്, പുള്ളി ഫോഴ്സ് ചെയ്ത് ഇതൊക്കെ കേക്ക് വേവിപ്പിച്ചതാണ്. ഞാൻ 2 മൊബൈലിൻ്റെ അകത്തേയും ക്ലിപ്പ് അങ്ങിട്ട്, കാരണം ആൾക്കാരെ 2 പേരുടേതിലും ഒരാളുടെ മൊബൈലിൽ ഇല്ലാത്തൊരു മറ്റേ മൊബൈലിലുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ 2 കൂടെ അങ്ങിട്ടേ 2 പ്രാവശ്യത്തെയും കേക്ക് കട്ട് ചെയ്യുന്നതേ. അല്ല, ഒരു പ്രാവശ്യം കേക്ക് കട്ട് ചെയ്തുള്ളൂ. അത് 2 പേരുടെ മൊബൈലിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ കിട്ടതാണ്. എനിക്കും ഇന്നലെ ഒരു ഡ്രസ്സ്, ഇന്നൊരു ഡ്രസ്സ്. ഞാൻ ഇന്നലെ എഡിറ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഇത് പറയുന്നത്. അതായത് റീച്ചാൻ്റെ ബർത്ത്ഡേ ഞായറാഴ്ചയായിരുന്നു. നമ്മൾ ഈ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഈ പിള്ളേർ പറയും, അവർ മെയിൻ പറയുന്നത് കേക്ക് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ പ്രീസമ്മൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മമ്മി കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം വൈകുന്നേരം അവൾക്ക് അന്നേരം വെളിയിൽ പോകുന്നത് കൊണ്ട് അവൾ 2 ദിവസം ഇല്ലായിരുന്നു. അവൾ വെള്ളി ശനി പൂനെ പോയതുകൊണ്ട് എൻ്റെ അടുത്തോടെ വിജി വൈകുന്നേരത്തേക്കിന് മതിയോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിത്തരാം. ഞാൻ പറഞ്ഞാൽ ഓക്കെ, ഒരു 5-6 മണിയാകുമ്പോഴത്തേക്കും തന്നാലും മതിയെന്ന്. അപ്പം ഞങ്ങളുടെ ചിന്ത എന്തെന്ന്, നമ്മൾ പ്രെയർ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും മതിയല്ലോ എന്ന്. അന്നേരമാണ് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഞങ്ങൾക്കിപ്പം ഞങ്ങൾ നേരത്തെ ഞാൻ കാണിക്കത്തില്ലായിരുന്നോ, അവിടെ ആയിരുന്നല്ലോ ഞങ്ങളുടെ ആരാധന. ഞങ്ങൾ സൺഡേ പോകുന്നത്. അപ്പോൾ അവിടെ നിന്നും നമുക്ക് സൺഡേ വർഷിപ്പിന് സ്ഥലം തരുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ റൂൾ ഇങ്ങനെ, അതായത് ലൈസൻസ് ഇല്ലാത്ത സ്കൂളുകളിൽ ഇങ്ങനെ മീറ്റിംഗ് നടത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതുകൊണ്ട് തലേന്ന് പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ കുറച്ച് പേര്, പിന്നെ വേറൊരിടത്ത് കുറച്ച് പേര്, അങ്ങനെ എല്ലാവരും കൂടെ വന്നാൽ ഇവിടെ ഇരിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് 2 പാർട്ടാക്കി. അങ്ങനെയായിരുന്നു സൺഡേ മീറ്റിംഗ്. അപ്പോൾ ഞങ്ങൾ ബിരിയാണി കൊടുക്കാന്നുള്ള രീതിയിൽ റീച്ചാൻ ബിരിയാണി വാങ്ങിക്കാൻ പോയി. ഞാൻ അന്നേരം കിച്ചണിലായിരുന്നു. അപ്പം ഡാഡി അന്നേരം ഷെയറിങ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു ഇന്ന് സന്തോഷിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാനിങ്ങനെ കിച്ചണിൽ നിൽക്കവേ ആരോ ബെല്ലടിച്ച് നേരം നോക്കിയോണ്ട് കേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ ചിന്ത എന്തുവാ, അവൾ നേരത്തെ കേക്ക് കൊണ്ടുവന്ന പറഞ്ഞ വ്യക്തി. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് റീച്ചാൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞത് കൊണ്ട് മീറ്റിങ്ങിന് വന്ന ഒരു മോൾ അന്നേരം തന്നെ അവൾ അവിടെ ഇരുന്ന് ഓൺലൈനിൽ കേക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ ആ കേക്കാണ് വന്നത്. അതാ എല്ലാവരും കൂടെ റീച്ചാനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ച് പറഞ്ഞു ഡാഡിക്ക് കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞ് ബിജിക്ക് കൊടുക്കുന്നു. അത് ഞാൻ പറഞ്ഞു എനിക്കെങ്കിലും എല്ലാവരുടെയും മുമ്പിൽ വെച്ചിങ്ങനെ വായൊക്കെ. അങ്ങനെ എല്ലാവരും അങ്ങനെ എന്തോ അതിൽ പ്രതീക്ഷിക്കാതെ ഒരു കേക്ക് കട്ട് ചെയ്യേക്കും അങ്ങ് നടന്നു.
കാരണം പ്രൈസിനൊക്കെ ഇതൊക്കെ ഒരു ഭയങ്കര ഇതാണ് കേട്ടോ. പ്രൈസിനൊക്കെ നിന്ന് ഇങ്ങനെ വായിലൊക്കെ വെച്ച് കൊടുത്തന്നെ. ഞാൻ ഈ വീഡിയോ ഇടാൻ താമസിച്ചതിൻ്റെന്ന് പറയുന്നത് പോളിൻ്റെ മൊബൈലിലും എൻ്റെ മൊബൈലിലും ഒക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും പോളിൻ്റെ കയ്യിൽ നിന്ന് കൂടെ വീഡിയോ ഞാൻ അന്ന് പറഞ്ഞു പോളെ ആ വീഡിയോ എൻ്റെ മൊബൈലിലോട്ട് നീ ഷെയർ ചെയ്യിടാന്ന്. ഇവൻ അന്നേരം ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവനും അങ്ങ് മറന്നു പോകും. പിന്നെ ഞാൻ എഡിറ്റിങ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇവൻ കളിക്കാൻ പോകുമായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും, അങ്ങ് മറന്നു പോകുന്നു. അപ്പോൾ എന്തുവന്നേലും കഴിഞ്ഞ ദിവസം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് വാങ്ങിപ്പിച്ച്. അന്നേരം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം അന്നെന്നുള്ള ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരു ദിവസം നമ്മൾ ചെയ്തില്ല എങ്കിൽ അതങ്ങ് പുറകിൽ പോയി കിടക്കും. അപ്പോൾ അതിനെ അങ്ങ് ഒത്തോട്ട് ശ്രദ്ധിക്കത്തില്ല. ഇന്നലെ ഓർത്ത് വെച്ച് ഞാൻ ഇന്ന് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തതാണ് കേട്ടോ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. വന്നവർക്ക് ബിരിയാണിയായിരുന്നു കൊടുത്തത്. നമ്മൾ ബിരിയാണി ഞാൻ വീട്ടിലുണ്ടാക്കി കുറച്ച് പേരെ ഉള്ളായിരുന്നു, ഒരു 10-12 പേരെ ഉള്ളായിരുന്നു. ബാക്കിയുള്ളവർ വേറെ എടുത്തായിരുന്നു. വെള്ളിയാഴ്ച എനിക്ക് ബീഫ് അച്ചാറടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഉടനെ അത് ബീഫ് അച്ചാർ, ഈ അച്ചാറുകൾ ഇട്ട് കഴിഞ്ഞ് 2 ദിവസം എന്ത് വന്നേലും വയ്യാഴിയായിരിക്കും. കാരണം ഈ ഇളക്കും ഇതൊക്കെ ആകുമ്പോഴത്തേക്കിന് പിന്നെ സൺഡേയിലൂടെ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് വയ്യാതായിപ്പോയി. അങ്ങനെയാണ് നമ്മൾ ബിരിയാണി വാങ്ങിച്ചത്. ഓക്കെ, അന്നേരം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.